ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂല മാറ്റം വന്നതായും ഈ കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ നിർണായക ചുവടുവയ്പ്പാണ് വാട്ടർ മെട്രോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോയ പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വ്യക്തമായ സൂചനയെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ചാലിയാർ പുഴയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതായും ഈ കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ്ഗ സ്വാശ്രയ ദൌത്യത്തിനും ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 2 പദ്ധതികളും രാജ്യത്തെ കർഷകരുടെ ഭാവി മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക അനുബന്ധ മേഖലകളിലായി 42,000 കോടി രൂപയിലധികം വരുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നാളെ രാജ്യമെമ്പാടും നടക്കും. സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള 13 ജില്ലകളിൽ 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നാളെ പോളിയോ തുള്ളിമരുന്ന് നൽകും. 22,383 പോളിയോ ബൂത്തുകൾ വഴി 21,11,010 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 52,901 കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സ്കൂളുകൾ, അങ്കണവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കും. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകളും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകളും നാളെ മുതൽ 14 വരെ പ്രവർത്തിക്കും. തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് 13, 14 തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ജില്ലയിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ നിർണായക ചുവടുവയ്പ്പാണ് വാട്ടർ മെട്രോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മട്ടാഞ്ചേരിയിലേക്ക് വാട്ടർ മെട്രോ എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയുടെ മുഖഛായ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്തത്. 38 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രമസമാധാന പാലനം, ശാസ്ത്രീയ കുറ്റാന്വേഷണം, സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ എന്നിവയിൽ രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31C ബാച്ചിലെ 104 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര വിതരണം മുഖ്യമന്ത്രി നിർവഹിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോയ പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയാണെന്ന് മന്ത്രി പി രാജീവ്. ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. F9 ഇൻഫോടെക് സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025ന്റെ ആദ്യ 7 മാസത്തിനുള്ളിൽ 40,000 പ്രൊഫഷണലുകളാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യ ഇടമായി കേരളം മാറിയെന്നും രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് നിർണായക സംഭാവനകൾ നൽകാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ ഫാക്ടറി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിഷൻ 2031ന്റെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് സംഘടിപ്പിച്ച 3ാമത് രാജ്യാന്തര കോൺക്ലേവ് സുരക്ഷിതം 3.0 കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2031ഓടെ കേരളത്തിലെ ഫാക്ടറികളിൽ തൊഴിലപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു.
ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ജനകീയ പ്രതിഷേധം നേരിടാൻ പിണറായി സർക്കാരിന് ആർജവമില്ലെന്ന് മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ. ക്ഷേത്രക്കൊള്ളയ്ക്ക് പിന്നിൽ ആരായാലും അവരെ വെളിച്ചത്തു കൊണ്ടുവരും വരെ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏറ്റുമാനൂരിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മേഖലാ ജാഥകൾ ഈ മാസം 14 തുടങ്ങുമെന്ന് കെപിസിസി അറിയിച്ചു. 14 ആരംഭിക്കുന്ന ജാഥകൾ 18 പന്തളത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ സമുദ്രകൃഷി ഉൽപാദനം നിലവിലെ 1.5 ലക്ഷം ടണ്ണിൽ നിന്നും 2047 25 ലക്ഷം ടണ്ണായി ഉയർത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI. ഇന്ത്യയുടെ സമുദ്ര മത്സ്യ മേഖലയിലെ അടുത്ത ഏറ്റവും വലിയ മുന്നേറ്റം സമുദ്രകൃഷിയായിരിക്കുമെന്നും ഈ രംഗത്ത് മികച്ച സാധ്യതയാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. സമുദ്ര മത്സ്യകൃഷിയിലെ മറ്റൊരു പ്രധാന ഘടകമായ കടൽപ്പായൽ കൃഷിയിൽ രാജ്യത്തിന് വലിയ സാധ്യതകളുണ്ട്. ആഗോളതലത്തിൽ കടൽപ്പായൽ ഉൽപാദനം 3.5 കോടി ടണ്ണാണ്. കുറഞ്ഞത് 50 ലക്ഷം ടൺ കടൽപ്പായലെങ്കിലും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ രാജ്യത്തിന് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കർഷക സമൂഹത്തോടൊപ്പമാണ് സർക്കാർ നിന്നിട്ടുള്ളതെന്നും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള 2 നിയമനിർമ്മാണം ഈ നിയമസഭാ സമ്മേളനത്തിനുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ സാലത്തടുക്ക മയ്യള VCB ബ്രിഡ്ജിന്റെ പുനർനിർമ്മാണത്തിന് കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 2.5 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. കേരളത്തെ അയൽ സംസ്ഥാനമായ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് മയ്യള പാലം. എത്രയും പെട്ടെന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. 2022 ജൂലൈ മാസത്തിൽ കർണാടകയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കർണാടകയിലേക്ക് കടക്കുന്ന മയ്യളപ്പാലം പൂർണ്ണമായും തകർന്നിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്തിന്റെ ഭാഗമായ പല സ്ഥലങ്ങളും ഒറ്റപ്പെടുകയും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ ഉദ്ദേശങ്ങൾക്കായി കർണാടകയിലെ പല പ്രദേശങ്ങളെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. രണ്ടാം ഘട്ടമായി കഴിഞ്ഞ ജൂലൈയിൽ കാസർഗോഡ് വികസന പാക്കേജിലേക്ക് 2.50 കോടി രൂപയുടെ DPR അംഗീകാരത്തിനായി സമർപ്പിച്ചു. DPR അംഗീകരിച്ച് VCB ബ്രിഡ്ജ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് 2.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ചാലിയാർ പുഴയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ നാളെ ഉച്ചയ്ക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CBL മത്സരങ്ങൾ ചാലിയാർ പുഴയിൽ ഫറോക്ക് പുതിയ പാലത്തിനും പഴയ പാലത്തിനും ഇടയിലാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സംസ്ഥാന ടൂറിസം വകുപ്പ് ചാലിയാർ പുഴയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളാണ് നാളെ നടക്കുന്നത്. ചുരുളം വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ ചാലിയാർ പുഴയിൽ ഫറോക്ക് പുതിയ പാലത്തിനും പഴയ പാലത്തിനും ഇടയിലാണ് നടക്കുക. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 60 അടി നീളമുള്ള 14 ചുരുളം വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു വള്ളത്തിൽ 30 തുഴച്ചിലുകാർ ഉണ്ടാകും. സമ്മാനത്തുക ആകെ 20 ലക്ഷം രൂപയാണ്. വള്ളംകളിയുടെ ഇടവേളയിൽ ജലാഭ്യാസ പ്രകടനങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തിങ്കളാഴ്ച യോഗം വിളിച്ചു ചേർത്തതായി നിയമമന്ത്രി P രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂല മാറ്റം വന്നതായും ഈ കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ നിർണായക ചുവടുവയ്പ്പാണ് വാട്ടർ മെട്രോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോയ പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വ്യക്തമായ സൂചനയെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ചാലിയാർ പുഴയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.